ചാപ്റ്റർ 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫറൻഷ്യബിലിറ്റി. അതായത് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഫസ്റ്റ് ഇയർ പഠിച്ച ബേസിക് കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ എന്താണ് 2x ആണ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ എഴുതാം. എന്താണ്? എക്സ് ഇൻറ്റു വൈയുടെ പ്രൊഡക്റ്റ് എന്നാ, വൈയുടെ ഡെറിവേറ്റീവ് എന്നാ, dy/dx പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ 1. ഇനി വൈ സ്ക്വയർ 2y, വൈയുടെ ഡെറിവേറ്റീവ് എന്നാ dy/dx ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് ഈ dy/dx ഉള്ള ടേമിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റാം. ഇതൊരു dy/dx, ഇതൊരു dy/dx. അത് ഒരു സൈഡിലേക്ക് മാറ്റാം. എക്സ് dy/dx പ്ലസ് 2y dy/dx ഇസ് ഈക്വൽ ടു, ഇനി dy/dx ഇല്ലാത്തത് -2x -y ആണ്. അങ്ങനെയാണ് dy/dxനെ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു -2x -y വരും. അങ്ങനെയാണ് dy/dx ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -2x -y ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു ചെയ്താക്കുന്ന സാധനം ഈക്വൽ ടുവിൻ്റെ അപ്പുറം വരുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 2y. നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പഠിച്ചിട്ട് പോവാം.